പാഠം 340 വാശി ദോഷമാകുമ്പോൾ. ഹലോ, അതെ മോഹനേഷനാണ്. നമസ്കാരം സാർ. ഉവ്വ, ഞാൻ ആ ലിസ്റ്റ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. 1:30 ഞാൻ താലൂക്ക് ഓഫീസിലെത്താം. ശരി സാർ. ഭാമേ, ഭാമേ, മോനട്ടാ, ഞാനിത് എവിടെയാണല്ലോ വെച്ചത്? ഈ വീട്ടിലെ കുഴപ്പതാണ്, ഒരു സാധനം ഒരിടത്ത് വെച്ച കാണില്ല. എന്താണ് മോനട്ടാ? ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വെച്ച് എഴുതിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. പുറമ്പോക്ക് ഭൂമിയുടെ പട്ടികയും സർവേ നമ്പരും. അതെവിടെ? ഞാനെടുത്തില്ല. നീ എടുത്തില്ലെന്ന് പറഞ്ഞ പിന്നെ അവിടെ പോയി? അതെന്നോട് ചോദിച്ചിട്ട് എന്താ മോഹനട്ടാ കാര്യം? ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് സത്യാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഈ മുറി കയറിയിട്ട് പോലും ഇല്ല. ഇന്നലെ രാത്രി കയറി കാണും. അതെങ്ങനെയാണ്? ഇന്നലെ അത്താഴം കഴിഞ്ഞല്ലേ മോഹനട്ടാ അത് എഴുതാനിരുന്നത്? എഴുതി തീർത്തിട്ട് വന്നപ്പോഴേക്കും ഞാൻ ഉറങ്ങുകയും ചെയ്തു. മോഹനട്ടൻ എവിടെയാ വെച്ചെന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനത് വെച്ചത് ഇവിടെ തന്നെ. നീ അതെടുത്ത് മാറ്റി ഉറപ്പാ. എന്തിന്? മോഹനട്ടൻ എഴുതി വെച്ച കടലാസുകൾ എടുത്തു മാറ്റേണ്ട കാര്യം എനിക്കെന്താണ്? അത് ഒരുപാട് കടലാസൊന്നും ഇല്ലായിരുന്നു, ഒരൊറ്റ പേപ്പറാ അതിലാ എഴുതിയത്. അത് കണ്ടപ്പോ പ്രയോജനമില്ലാത്ത കടലാസാണെന്ന് കരുതി വല്ല ചവിട്ടുടലെ കളഞ്ഞാണ്. അതോ കത്തിച്ചളഞ്ഞോ? അപ്പോ ഒരൊറ്റ പേപ്പറിൽ എഴുതിയ എന്തോ ലിസ്റ്റിന്റെ പേരിലാണോ ഈ ബഹളം മുഴുവനും? അത്രേ ഉള്ളെങ്കിൽ അതൊന്നുകൂടെ എഴുതിയാ പോരെ? എനിക്ക് സൗകര്യമില്ല. ഞാനൊരു കാര്യം ഒരു പ്രാവശ്യം എഴുതൂ. എനിക്ക് ആഫീസ് കാര്യങ്ങളിൽ തെറ്റുപറ്റാത്തത് കൊണ്ട് ഒന്നും രണ്ടാമത് എഴുതേണ്ടി വന്നിട്ടില്ല. എങ്കിൽ എഴുതണ്ട മോഹനട്ടാ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം ജോലിയുണ്ട്. അതിനിടയിൽ ഇത്തരം നിസാര കാര്യങ്ങളുടെ പേരിൽ എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ നിന്നെ ചീട്ട് കളിക്കാനോ കൊച്ചു വർത്താനം പറയാനോ വിളിച്ചതല്ല. എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് തഹസിൽദാർ അടുത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റ് കണ്ടുപിടിച്ചു തരാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. മോഹറ്റ് ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കാനാണെന്നാണ് ഞാനും ചോദിച്ചത്. നോക്കിയാലല്ലേ കണ്ടുപിടിക്കാൻ പറ്റൂ. ഞാൻ വെച്ചിരുന്ന സ്ഥലത്ത് അത് കണ്ടില്ല. അതിനർത്ഥം നീ അത് വേറെ എവിടെയോ എടുത്ത് മാറ്റി വെച്ചു എന്നാണ്. അപ്പൊ പിന്നെ നീ തന്നെ കണ്ടുപിടിച്ചു തരണം. അത് കഴിഞ്ഞ് മതി നിന്റെ അടുക്കള ജോലിയൊക്കെ. ശരി, സമ്മതിച്ചു. ഞാനിപ്പോ മോഹനേട്ടന്റെ കൂടെ ലിസ്റ്റ് തപ്പാൻ കൂടാം. പക്ഷെ അത് കിട്ടിക്കഴിയുമ്പോൾ ഭാമേ കാപ്പി റെഡിയായില്ലേ എന്ന് ചോദിക്കരുത്. ഞാൻ അടുക്കള കയറി വല്ലതും ചെയ്താലേ കാപ്പി ഉണ്ടാവുകയുള്ളൂ. എനിക്ക് കാപ്പിയേക്കാൾ പ്രധാനം ആ ഒരു പേപ്പറാണ്. കാപ്പി ഉണ്ടാക്കാൻ വൈകിയാൽ ഞാൻ കൃഷ്ണൻകുടിയുടെ ചായക്കട പോയി കഴിച്ചോളാം. പക്ഷെ ആ ലിസ്റ്റ് എനിക്ക് ഇപ്പൊ കിട്ടണം. സമ്മതിച്ചു. ഇനി ഇത് മാറ്റി പറയുമ്പോ എന്റെ സ്വഭാവം മാറും. നീ എന്താ പേടിപ്പിക്കാണോ? ഒന്നുകിൽ അബദ്ധത്തിൽ അല്ലെങ്കിൽ മനഃപൂർവ്വം നീ ആ പേപ്പർ എടുത്ത് കളഞ്ഞു. ആ മുറിയിലും ഇവിടെയും ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്നുകിൽ അത് വേസ്റ്റ് ബാസ്കറ്റിൽ കാണും, അല്ലെങ്കിൽ അടുക്കളയിൽ പോയി നോക്ക്. ആ പേപ്പർ ഇന്ന് എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാനായിട്ട് അതെടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയിട്ടില്ല, ചവറിന്റെ കൂടെ ഇട്ടിട്ടില്ല. ഇനിയിപ്പോ ഈ പറഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും അത് കിടപ്പുണ്ടെങ്കിൽ അത് മോഹനേട്ടനായിട്ട് തന്നെ കൊണ്ടുപോയിട്ടതാണ്. പേപ്പർ കിട്ടിക്കഴിയുമ്പോ പിന്നെ എന്റെ മെക്കിട്ട് കയറാൻ വരരുത്. മനസ്സിലായി? ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. നീ അത് കൊണ്ടുപോയി കളഞ്ഞു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ അത് കൊണ്ടുപോയി കളഞ്ഞത് നീയല്ല എന്ന് മുൻകൂർ ജാമ്യം എടുക്കുന്നു. മര്യാദയ്ക്ക് പോയെടുത്തോണ്ട് വാ. അത് അവിടെ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെ നോക്കാന്നാണ്. അത് അവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായല്ലോ. സമയം കളയാതെ പോയെടുത്തോണ്ട് വാ ഭാമേ. ചെല്ല്. സാറേ, എന്ത്? ആരാ? ഞാനാ ഉത്തമൻ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. ഉത്തമൻ എന്താ രാവിലെ? ആ തേക്കക്കാട്ടിലെ ദാമോദരനെ താലൂക്ക് ഓഫീസിൽ നിന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റ് സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. ഇപ്പൊ എല്ലാം ആയില്ലേ സാറേ? ദാമോദരനോട് ഉച്ചയ്ക്ക് വില്ലേജ് ഓഫീസിലോട്ട് വരാൻ പറയട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് കാര്യമില്ല. ഞാൻ കൃത്യം 1:15
താലൂക്ക് ഓഫീസിലേക്ക് പോകും. തിരിച്ചു വരാൻ മിക്കവാറും വൈകും. അത് പറഞ്ഞപ്പോ ഓർത്തത്. ഉത്തമ, കഴിയുമെങ്കിൽ കല്യാണം കഴിക്കാനേ പാടില്ല. ഇനിയിപ്പോ കല്യാണം കഴിച്ചേ പറ്റുന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഉത്തമന് മാത്രമായി വീട്ടിൽ ഒരു മുറി ശരിയാക്കി എടുക്കണം. ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മുറി പൂട്ടി താക്കോൽ പോക്കറ്റിലിടും. ഭാര്യയെ ഒരിക്കലും ആ മുറിയിൽ കയറാൻ സമ്മതിക്കരുത്. അതെന്ത് സാറേ അങ്ങനെ? പെണ്ണുങ്ങൾക്ക് വിവരമില്ല. നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രേഖകളുടെ വില അറിയാതെ അവരെടുത്ത് ചവച്ചൂട്ടിലേക്ക് വലിച്ചെറിയുകയോ കത്തിച്ചൊളയോ ചെയ്യുന്നു. അയ്യോ, അതൊക്കെ പണ്ട് കാലത്ത് വിവരമില്ലാത്ത പെണ്ണുങ്ങൾ ചെയ്യായിരുന്നു. ഇപ്പോഴത്തെ സ്ത്രീകൾക്കൊക്കെ നല്ല വിവരമുണ്ട്. ഒരു കടലാസ് കാണുമ്പോഴേ അത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അത് ഉത്തമന്റെ തോന്നൽ. ഇവിടെ ഉണ്ടല്ലോ ഒരു പെണ്ണ്, പറഞ്ഞു വരുമ്പോ മുന്തിയ വക്കീല. പക്ഷെ തഹസിൽദാർക്ക് കൊടുക്കാൻ ഞാനുണ്ടാക്കിയ ലിസ്റ്റ് ഭാമ എടുത്ത് ചവച്ചൂട്ടി എറിഞ്ഞു. സാറേ, ചിലപ്പോ അത് അബദ്ധം പറ്റിയതായിരിക്കും. ആയിരിക്കും. പക്ഷേ അത്തരം അബദ്ധങ്ങൾ ഉത്തമന്റെ വീട്ടിൽ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ ബുദ്ധി പറഞ്ഞത്. ഉത്തമന്റെ തൊഴിൽപരമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നും ഭാര്യ കാണുകയെ സൂക്ഷിക്കരുത്. ദാമോദരനോട് നാളെ വില്ലേജ് വരാൻ പറഞ്ഞാൽ രാവിലെ വക്കീലുമായിട്ട് നല്ല വഴക്കുണ്ടായിട്ടുണ്ട്. എന്തായാലും അതിനകത്ത് ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കേണ്ടി വരാത്തത് എന്റെ ഭാഗ്യം. എന്തായി? ലിസ്റ്റ് കിട്ടി. അതാ ചവറിടുന്ന ബാസ്ക്കറ്റിലുണ്ടായിരുന്നു. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ കെ മോഹനേഷിന്റെ കണക്കൂട്ടലുകൾ തെറ്റാറില്ലെന്ന്? ഞാൻ ഒരു സാധനം അത് വെക്കേണ്ട സ്ഥലത്ത് മാത്രമേ വെക്കൂ. അതുകൊണ്ട് തന്നെ ആ സാധനം നോക്കിയെടുക്കാൻ എനിക്ക് വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന് ഈ കുട. ഞാൻ ഓഫീസിൽ നിന്ന് തിരികെ വരുമ്പോ ആദ്യം ചെയ്യുന്നത് ഈ കുട ഇവിടെ തൂക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട ആവശ്യം വരുമ്പോ നേരെ ഇവിടെ വന്ന് ആ കുട. പക്ഷെ നീയോ ഓരോ സാധനവും നിനക്ക് തോന്നും പോലെ വാരി വലിച്ചിടും. ആവശ്യം വരുമ്പോ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ വീട് മുഴുവൻ ഓടി എടുത്തിരേണ്ടി വരും. ഇപ്പൊ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ആവശ്യത്തിനായി ഞാൻ ഉണ്ടാക്കിയ ഒരു ലിസ്റ്റ് ഞാൻ എന്തായാലും വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ട് കളയില്ലല്ലോ. അതിനർത്ഥം ഈ ലിസ്റ്റ് അവിടെ കൊണ്ടുപോയി കളഞ്ഞത് നീയാണ്. കഷ്ടം. അരി 10 കിലോ, ഉഴുന്ന്, പഞ്ചാര, വെളുത്തുള്ളി, പഞ്ചാര 1 കിലോ, ഉപ്പ് 2. അതായത് ഞാൻ അവിടെയൊക്കെ നോക്കിട്ട് ഈ ഒരു ലിസ്റ്റേ കണ്ടുള്ളൂ. എന്താണ് മോഹനേട്ടാ? വെറുതെ ഇനി എന്റെ പുറകെ നടന്ന് ബഹളം ഉണ്ടാക്കാതെ മോഹനേട്ടനൊന്നെങ്കിൽ ലിസ്റ്റ് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്ക്. അല്ലെങ്കിൽ രണ്ടാമതൊരു പ്രാവശ്യം കൂടി എഴുതി ഉണ്ടാക്ക്. ഇതല്ലേ ആ ലിസ്റ്റ്? ഇതിനകത്തിരിക്കായിരുന്നു. ഇനി വെക്കണ്ട, കുഴപ്പമാവും. എന്താ മോനേട്ടാ? എന്താ ഉണ്ടല്ലോ? എന്താ കയ്യില്? കാല് അല്ല, കൈ. ഇതെന്താ ഈ പേപ്പർ? അതിന്റെ മറ്റേ സർവേ നമ്പർ 144 4 1 3 സെന്റ്. സർവേ നമ്പർ 123 2 4 2 സെന്റ്. ഓ, അപ്പോ ഇതാണ് ആ ലിസ്റ്റ്. ഈ ലിസ്റ്റ് ആരാ ഇതിനകത്ത് വെച്ചത്? എന്തായാലും ഞാനല്ല. അപ്പോ തന്നെത്താൻ എഴുതി ഉണ്ടാക്കി ഇവിടെ വെച്ച ലിസ്റ്റിന്റെ പേരിലാണ് എന്നെ ഇത്രയും ചീത്ത വിളിച്ചത്. ചീത്ത വിളിച്ചോ? ആര്? എപ്പോ? അയ്യാ, ഒന്നും അറിയാത്തൊരു മാന്യൻ. മോഹനേട്ടാ, ഇമാതിരി കളി ഇന്നുകൊണ്ട് നിർത്തിക്കൊള്ളണം. കൊച്ചു വെളുപ്പാൻ കാലത്ത് ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഇത്രയും നേരം കഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടി മാത്രമല്ല, മോഹനേട്ടന് ആഫീസിൽ പോകുന്നതിന് മുന്നേ കാപ്പി ഉണ്ടാക്കി തരാനും ഉച്ചക്കത്തേക്കുള്ള ഊണ് തയ്യാറാക്കാനും കൂടി വേണ്ടിയാണ്. അതിനിടയിൽ ഇത്ര നിസ്സാര കാര്യങ്ങളുടെ പേരിൽ എന്നെ ശല്യപ്പെടുത്തിയാൽ നാളെ മുതലേ എനിക്ക് തോന്നുമ്പോഴേ ഞാൻ അടുക്കളയിൽ കയറുള്ളൂ. പിന്നെ നീ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ഞാൻ പട്ടിണി ചാവൂല്ലേ? അവളെ വർത്താനം കേട്ടാ അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് പട്ടിണി എടുക്കായിരുന്നു തോന്നുമല്ലോ.
ഹലോ, അതെ. ഞാൻ ഇറങ്ങാം. കാപ്പി കുടിക്കുന്നില്ലേ? എനിക്ക് കാപ്പി വേണ്ട. ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായ കിടന്ന് കഴിച്ചോളാം. ആ കൊള്ളാം. അങ്ങാടി തോറ്റതിന് അമ്മയോട്. മോഹനേട്ടൻ എഴുതി ഉണ്ടാക്കിയ ലിസ്റ്റ് മോഹനേട്ടൻ ഒരിടത്ത് വെച്ചു. അവിടെ നോക്കാതെ ഞാൻ ലിസ്റ്റ് എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു ബഹളം ഉണ്ടാക്കി. ഒടുവിൽ അബദ്ധം പറ്റിയത് മോഹനേട്ടനാണെന്ന് മനസ്സിലായി. സാധാരണ മനുഷ്യര് ഇത്തരം സാഹചര്യങ്ങളിൽ ക്ഷമ പറയുകയാണ് ചെയ്യുക. മോഹനേട്ടനോ പറ്റിയ അബദ്ധം മറച്ചു വെച്ച് കാപ്പി പോലും കുടിക്കാതെ പോകാനിറങ്ങുന്നു. ഈ വിഷയത്തിൽ ഞാൻ എന്റെ മാത്രം പക്ഷത്തായതുകൊണ്ട് ഞാൻ കാപ്പി കുടിക്കാൻ നിർബന്ധിക്കുന്നുമില്ല. എങ്ങനെ കാപ്പി കുടിക്കാനാണ്? അത്രയും നേരം കൂടി എന്റെ മുഖത്ത് നോക്കണ്ടേ? ചമ്മലുണ്ടാകുമല്ലോ. നിന്റെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് ചമ്മലുണ്ട് എന്നുള്ളത് നേരാ. അതിന് കാരണം നിന്നെ പോലൊരു അഹങ്കാരിയെ ഞാൻ കെട്ടിപ്പോയല്ലോ എന്നോർത്താ. ആര് വിചാരിച്ചാലും വില്ലേജ് ഓഫീസറെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കഷ്ടം. കാഞ്ചന സാറിന്റെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന പോലെ. രാവിലെ പ്രഹ്ലാദൻ ചേട്ടനായിട്ട് വഴക്കുണ്ടായോ? ഒന്നും പറയണ്ട സ്വയംപ്രഭേ. പ്രഹ്ലാദേട്ടന്റെ പേഴ്സ് കണ്ടില്ലെന്നും പറഞ്ഞ് രാവിലെ വീട് തിരിച്ചു വെച്ചു. ഞാൻ എടുത്തു പറയുന്ന ന്യായം. എനിക്കെന്തിനാ പ്രഹ്ലാദേട്ടന്റെ പേഴ്സ്? പോയി പണി നോക്കാൻ പറയണ്ടായിരുന്നോ സാറേ? അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ഒരുപോലെ, അവർക്ക് അവരുടെ കാര്യം മാത്രം. പ്രൊഫസറെ, വെറുതെ രാവിലെ കുടുംബം കലക്കാൻ നോക്കരുതേ. കാഞ്ചന സാറും പ്രഹ്ലാദനും വളരെ മാന്യമായിട്ട് ജീവിക്കുന്നവരാ. ഭാര്യയും ഭർത്താവുമ്പോ ഒന്നും രണ്ടും പറഞ്ഞ് ചിലപ്പോൾ വഴക്കുണ്ടാക്കിയെന്നിരിക്കും. അതൊക്കെ സാരമില്ല. ശിശുപാലൻ ചേട്ടാ അതേ പറയൂ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ആണുങ്ങളും ഒരുപോലെയാ. രാവിലെ വീട്ടു ജോലിയിൽ ഭാര്യ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. ചായയും കാപ്പിയൊക്കെ അവരിയ്ക്കുന്നിടത്ത് ചെല്ലണം. അത് പോട്ടെ, അതിനിടയ്ക്ക് ഭർത്താവിന്റെ ആവശ്യങ്ങൾ. പേന എവിടെ, കടലാസ് എവിടെ, പത്രം എവിടെ, ഇതൊന്ന് സമ്മതിച്ചു കൊടുക്കരുത്. സ്വയംപ്രഭേ, സ്വയംപ്രഭയുടെ കല്യാണമായിരുന്നു. കല്യാണോ? എന്റെ കല്യാണം കഴിഞ്ഞില്ല സാർ. പിന്നെങ്ങനെയാ ആണുങ്ങൾ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ഇത്ര കൃത്യമായിട്ട് മനസ്സിലായത്? അത് മനസ്സിലാക്കാൻ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ സാർ? എന്റെ അച്ഛൻ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛന്റെ സ്വഭാവം കാരണം അമ്മ പെടുന്ന പാട് ഞാൻ ഒരുപാട് കണ്ടതാ. സാറ് പക്ഷേ വീട്ടിലങ്ങനെ വാശിയൊന്നും കാണിക്കാൻ സാധ്യതയില്ലാന്ന് എനിക്കറിയാം. അങ്ങനെ അറിയാം. സത്യഭാമ വക്കീലല്ലേ? അവരടുത്ത് ഇത്ര ന്യായം പറഞ്ഞു ചെന്നാ അവര് സമ്മതിക്കും. ശിശുപാല, ആ പുറമ്പോക്കന്റെ സർവേ നമ്പറെല്ലാം ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആ ഫയലിൽ ചേർത്ത് ഉച്ചയ്ക്ക് മുമ്പ് എന്നെ ഏൽപ്പിക്കണം. ഉച്ചയാകുമ്പോ എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകാനുള്ളതാണ്. ശരി സാർ. ഒന്ന് ലിസ്റ്റ് തരാം. ലിസ്റ്റ് എടുപ്പ് ഇതിനകത്ത് വെച്ചതാണല്ലോ. പോക്കറ്റില്ല. ഇതെവിടെ പോയി? ഞാനത് ബാഗിൽ വെച്ചില്ലേ? മോഹനേട്ടാ, ഇമാതിരി കളി ഇന്നുകൊണ്ട് നിർത്തിക്കൊള്ളണം. കൊച്ചു വെളുപ്പാൻ കാലത്ത് ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഇത്രയും നേരം കഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടി മാത്രമല്ല, മോഹനേട്ടന് ആഫീസിൽ പോകുന്നതിന് മുന്നേ കാപ്പി ഉണ്ടാക്കി തരാനും ഉച്ചക്കത്തേക്കുള്ള ഊണ് തയ്യാറാക്കാനും കൂടി വേണ്ടിയാണ്. അതിനിടയിൽ ഇത്തരം നിസ്സാര കാര്യങ്ങളുടെ പേരിൽ എന്നെ ശല്യപ്പെടുത്തിയാൽ നാളെ മുതലേ എനിക്ക് തോന്നുമ്പോഴേ ഞാൻ അടുക്കളയിൽ കയറുള്ളൂ. പിന്നെ
നീ അടുക്കള കയറിയില്ലെങ്കിൽ ഞാൻ പട്ടിണ ചാവൂല്ലേ? അവളെ വർത്താനം കേട്ടാ അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് പട്ടിണ എടുക്കായിരുന്നു തോന്നുമല്ലോ. ഹലോ, അതെ, ഞാൻ ഇറങ്ങാം. എടുത്തില്ല. സാർ ലിസ്റ്റ് തരാന്ന് പറഞ്ഞു. ലിസ്റ്റ് ഞാൻ വീട്ടിൽ നിൽക്കാൻ മറന്നുപോയി. ഞാൻ പോയി എടുത്തിട്ട് വരണോ സാർ? വേണ്ട, അത് ഒന്നുകൂടി എഴുതി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ശിശുപാലൻ ബാക്കിക്കാരെല്ലാം നോക്ക്, അപ്പോഴേക്കും ഈ ലിസ്റ്റ് ഞാൻ എഴുതിക്കോളാം. ശരി സാർ. ശിശുപാല. സാർ, ഞാൻ ലിസ്റ്റ് എടുക്കാൻ മറന്നൊന്ന് ആരോടും പറയാനൊന്നും പോണ്ട. ആരോടെന്ന് വെച്ചാൽ? ആരോടും. അതെന്താ സാർ? പറയുന്നത് അനുസരിക്കാൻ പഠിക്കൂ ശിശുപാല. പറയരുത് പറഞ്ഞാൽ പറയരുത്. ശരി സാർ. ഈശ്വര, ഭാമ ലിസ്റ്റ് കണ്ടു കാണും. എന്ത് ചെയ്യും? മോഹനേട്ടൻ എഴുതി ഉണ്ടാക്കിയ ലിസ്റ്റ് മോഹനേട്ടൻ ഒരിടത്ത് വെച്ചു. അവിടെ നോക്കാതെ ഞാൻ ലിസ്റ്റ് എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു ബഹളം ഉണ്ടാക്കി. ഒടുവിൽ അബദ്ധം പറ്റിയത് മോഹനേട്ടനാണെന്ന് മനസ്സിലായി. സാധാരണ മനുഷ്യര് ഇത്തരം സാഹചര്യങ്ങളിൽ ക്ഷമ പറയുകയാണ് ചെയ്യുക. മോഹനേട്ടനോ പറ്റിയ അബദ്ധം മറച്ചു വെച്ച് കാപ്പി പോലും കുടിക്കാതെ പോകാനിറങ്ങുന്നു. ഈ വിഷയത്തിൽ ഞാൻ എന്റെ മാത്രം പക്ഷത്തായതുകൊണ്ട് ഞാൻ കാപ്പി കുടിക്കാൻ നിർബന്ധിക്കുന്നുമില്ല. എങ്ങനെ കാപ്പി കുടിക്കാനാണ്? അത്രയും നേരം കൂടി എന്റെ മുഖത്ത് നോക്കണ്ടേ? ചമ്മലുണ്ടാകുമല്ലോ. നിന്റെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് ചമ്മലുണ്ട് എന്നുള്ളത് നേരാ. അതിന് കാരണം നിന്നെ പോലൊരു അഹങ്കാരിയെ ഞാൻ കെട്ടിപ്പോയല്ലോ എന്നോർത്താ. അവളത് കാണാതിരുന്ന മതിയായിരുന്നു. ഹലോ, അതെ സതിഭമയാണ്. എന്താ സാർ? ഇല്ല, ഞാനിന്ന് കോടതി പോയില്ല. ഹാജരാവേണ്ട കേസൊന്നും ഇല്ലായിരുന്നു. അപ്പൊ വിചാരിച്ചു ഒരു ദിവസം വീട്ടിലിരുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്ന്. നാളെ ഉണ്ടാവും സാർ. രാവിലെ 10 മണിക്ക് ഞാൻ ഓഫീസിലുണ്ടാവും. ശരി. അയ്യോ, ഇത് ആ ലിസ്റ്റ് അല്ലേ? ഇതെടുക്കാതെയാണ് വില്ലേജ് ഓഫീസർ പോയത്. അപ്പൊ താലൂക്ക് ഓഫീസർ എന്നുകൂടെ കൊടുക്കും. ശിശുപാലൻ നമ്പർ എവിടെ എഴുതി വെച്ചായിരുന്നല്ലോ. ഇതല്ലേ? ഹലോ. ശിശുപാലൻ ചേട്ടാ, ഞാനാ സത്യഭാമ. എന്താ വക്കീല്? മോഹനേട്ടൻ ഒന്ന് കൊടുക്കൂ. അയ്യോ, സാറ് താലൂക്ക് ഓഫീസിൽ പോയിരിക്ക. ഇനി വൈകിട്ടേ വരൂ. പോയോ? അയ്യോ ശിശുപാലൻ ചേട്ടാ, താലൂക്ക് ഓഫീസിൽ കൊടുക്കേണ്ട ലിസ്റ്റ് മോഹനേട്ടൻ ഇന്നലെ രാത്രി എഴുതി വെച്ചിരുന്നു. അത് പക്ഷെ രാവിലത്തെ തിരക്കിൽ എടുക്കാൻ മറന്നുപോയി. ഇവിടെ ഇരിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് ലിസ്റ്റ് എടുക്കാൻ മറന്നുപോയെന്ന് സാറ് പറഞ്ഞു. പിന്നെ താലൂക്ക് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അത് ഒന്നുകൂടെ എഴുതിക്കൊണ്ടാ സാറ് പോയത്. അപ്പൊ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കാര്യം. ശരി ശിശുപാലൻ ചേട്ടാ. അപ്പൊ ഇത്രയും നിസാര കാര്യത്തിനാണ് രാവിലെ വില്ലേജ് ഓഫീസർ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത്.
ഇന്നിങ്ങോട്ട് വരട്ടെ. ലിസ്റ്റ് രണ്ടാമത് എഴുതുന്ന കാര്യം ആരോടും പറയരുതെന്ന് സാറ് പറഞ്ഞത് വക്കീലും പെടുവോ? ഏയ് അല്ല, വക്കീലിന് എന്താ വില്ലേജ് ഓഫീസുകാരി? എവിടെ വെച്ചെന്നറിയാം. എന്നാലിത് എവിടെ പോയി? എന്താ വില്ലേജ് അന്വേഷിക്കണേ? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാതെ വരില്ലല്ലോ. ആഫീസിൽ നിന്ന് വന്ന പാടെ ഇവിടെയെല്ലാം ഇങ്ങനെ തപ്പണമെങ്കില് കാര്യമായി എന്തോ കാണാതെ പോയിട്ടുണ്ടല്ലോ. പക്ഷേ അതങ്ങനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മോഹനേട്ടന്റെ തെറ്റല്ല. മോഹനേട്ടൻ ഒരു വസ്തു അത് വെക്കേണ്ടടുത്തല്ലേ വെക്കുള്ളൂ. ഞാനെടുത്ത് മാറ്റിയതാവും. അയ്യോ, ഈ കൂടെ ഇവിടെ അല്ലല്ലോ വെക്കേണ്ടത്. ഇതെന്ത് പറ്റി മോഹനേട്ടാ? അപ്പോ വില്ലേജ് ഓഫീസർ കാപ്പി വേണോ ചായ വേണോ? ഞാനും ചായ കുടിക്കുന്നത്. ശരി, അപ്പോൾ ചായ തന്നെ ആവാം. മോഹനേട്ടൻ വീണ്ടും എന്തോ തപ്പുന്നു. എന്താണത്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇന്നലെ ഉണ്ടാക്കിയ ലിസ്റ്റ് ആണോ? ആ ലിസ്റ്റ് ഞാൻ കൊണ്ടുപോയല്ലോ. അവരെങ്ങനെ ഇവിടെ വരുന്നത്? അത് തഹസിൽദാർക്ക് കൊടുത്തല്ലോ. തഹസിൽദാർക്ക് ലിസ്റ്റ് കൊടുത്തു കാണും. പക്ഷേ അത് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോയ ലിസ്റ്റ് അല്ല. എന്നാര് പറഞ്ഞു? ആ ലിസ്റ്റ് തന്നെ ഞാൻ കൊടുത്തത്. അപ്പോ ഈ ലിസ്റ്റോ? ഈ സാധനം ഞാൻ എടുത്തു വെച്ചു എന്ന് പറഞ്ഞ് രാവിലെ മുഴുവൻ സാർ എന്നെ ചീത്ത വിളിച്ചു. ആ ലിസ്റ്റ് ഒന്നും കൂടി എഴുതി ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ മോഹനകൃഷ്ണൻ ഒരു കാര്യം ഒരിക്കലേ എഴുതൂ എന്ന് പറഞ്ഞു. എന്നിട്ട് മറന്നു വെച്ച സ്ഥലത്ത് നിന്ന് മോഹനേട്ടൻ തന്നെ അത് കണ്ടെടുത്തു. എന്നിട്ട് അപ്പം ഞാൻ എന്തോ പറഞ്ഞതിന്റെ വാശിക്ക് രാവിലെ കാപ്പി പോലും കുടിക്കാതെ സാർ ഇവിടെ നിന്ന് പോയി. പക്ഷേ ലിസ്റ്റ് ഇവിടെ ഇരുന്നു. അത് പോയി. ഒരു വില്ലേജ് ഓഫീസ് ചെന്ന് ലിസ്റ്റ് രണ്ടാമത് എഴുതി ഉണ്ടാക്കി തഹസിൽദാർക്ക് കൊടുത്തു. ഇത് തന്നെയല്ലേ ഞാൻ സാറിനോട് രാവിലെ പറഞ്ഞത്? എന്റെ മോഹനേട്ടാ, എന്തെങ്കിലും നിസാര കാര്യം ഉണ്ടാവുമ്പോൾ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവുന്നുണ്ടോ? എത്രയായാലും മോഹനേട്ടത് മനസ്സിലാവാത്തെന്താ? നാളെ മുതൽ ഞാൻ ദേഷ്യപ്പെടുന്ന പ്രശ്നമില്ലല്ലോ. എന്റെ പൊന്നോ, ആ പറച്ചിലിൽ പോലും ദേഷ്യാണ്. നാളെ മുതൽ ഭവതിയോട് ഞാൻ കോപത്തോടെ സംസാരിക്കുകയില്ല. മതിയോ? ഭാര്യയെ തോൽപ്പിക്കാനായി വെറുതെ കാണിച്ച വാശിയാണ്. വാശി ജയിച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മറന്നുപോയി. വെറുതെ കാണിച്ച വാശിയാണെന്ന് സത്യഭാമയ്ക്ക് ബോധ്യപ്പെട്ടു പോയി എന്നതാണ് മോഹനകൃഷ്ണന് പറ്റിയ ദോഷം. മോഹനകൃഷ്ണന്റെ പുതിയ വാശികളുടെ കഥയുമായി കാര്യം നിസാരം തുടരുന്നു.